ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് വിചാരിക്കുക. അത് എസ് ആണോ നോ ആണോ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ ആണ്, സെക്കൻഡ് വൺ വൈറ്റ് സ്റ്റോൺ ആണ്, തേർഡ് വൺ എന്ന് പറയുന്നത് യെല്ലോ സ്റ്റോൺ ആണ്. അപ്പോൾ 1, 2, 3 എന്നുള്ള രീതിയിലും സെലക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ സെലക്ട് ചെയ്തവർക്ക് ഉള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് എസ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് നടക്കും. അത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിൽ ഏറെ അക്യുറേറ്റ് ആണ്. ഒരു റീയൂണിയൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടന്നു കിട്ടും. സെക്കൻഡ് സ്റ്റോൺ സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾക്ക് നോ എന്നുള്ളൊരു ആൻസറാണ്. കാരണം നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ സാധിക്കില്ല, ചിലപ്പോൾ കുറച്ച് കാലതാമസം എടുത്തായിരിക്കും നിങ്ങൾക്കത് നടക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റോണ് സെലക്ട് ചെയ്തവർക്ക് തീർച്ചയായിട്ടും എക്സ് എന്നുള്ളൊരു ആൻസറാണ്. ഇത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്തെങ്കിലും ജോബ് അല്ലെങ്കിൽ കരിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് എസ് ആണ്. അതിപ്പോൾ എഡ്യൂക്കേഷനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കും എന്നുള്ളതാണ് കിട്ടുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.